നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാൻ പല വീഡിയോസിൽ ഒരു CBO ജ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, ഓറഞ്ച്, നെല്ലിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഉപയോഗിച്ചുള്ള ജ്യൂസ്. പക്ഷെ അപ്പോഴത്തേനും ജോലിക്കാരൊക്കെ പറയാറുണ്ട് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. അവർക്ക് വേണ്ടിയുള്ള ഒരു ഈസിയർ ആയിട്ടുള്ള ടിപ്പാണ് ഒരു 2 ക്യാരറ്റ്, ഒരു ഹാഫ് ബീട്രൂട്ട്, ഒരു 2 നെല്ലിക്ക, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 ഓറഞ്ച്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിക്കുക. ഒരു പേരിന് മാത്രം സ്വല്പം വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. മധുരം ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ഇതിൽ. ഇത് നന്നായിട്ട് അടിച്ച് ഒരു പേസ്റ്റ് രൂപേണ ആക്കാം. ഇത് സാധാരണ നമ്മുടെ അരിപ്പത്തവി ഉണ്ടല്ലോ അതിലോട്ടിട്ട് അരിച്ച് എടുക്കുക. അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. നന്നായി പ്രസ് ചെയ്ത് ആ ജ്യൂസ് മാത്രം കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. അതിനുശേഷം ഒരു ഐസ് മൗൾഡ് എടുക്കുക. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനൊരു ലിഡും ഉണ്ടാവും. അപ്പോൾ ഫ്രീസറിൽ വെക്കാനായിട്ടൊരു സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഇതിലോട്ട് പതിയെ ഒഴിക്കാം. ഒന്നേപ്പാടെ ഒഴിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വൃത്തിയിലിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് സ്പൂൺ വെച്ചിട്ട് ഒഴിക്കുന്നത്. ഇത് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഇത് കവർ ചെയ്യണം കേട്ടോ. ഇതിനൊരു കവർ ഉണ്ടാവും, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം നല്ല ഐസായിട്ട് കിട്ടും. ഈ ഐസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ, പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന, അങ്ങനെ ചെയ്യരുത്. ഇത് സാധാരണ നമ്മുടെ ഫിൽറ്റേർഡ് വാട്ടറിലോട്ട് ഇടാവുന്നതാണ്. അതായത് ഒരു ഗ്ലാസ്സിൽ ഒരു 3-4 പീസ് ഐസ് ഇട്ടിട്ട് അതിലേക്ക് ഫിൽറ്റേർഡ് വാട്ടർ ഒഴിക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിവ്യൂസ് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്